ഹലോ, വെൽക്കം ബാക്ക്. ഇവിടെ ഇപ്പോൾ രാവിലെയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളെ ബ്രദറിൻ്റെ മക്കൾ വരുന്നുണ്ട്. അവർക്ക് 15 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അവർ ഐഡൻറ്റിക്കൽ ട്വിൻസും കൂടിയാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാനും ടാനിയും വീട്ടിലിരുന്നു. ഉമ്മയും സിസ്റ്ററും സെമിയും കൂടിയാണ് അവരെ പിക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. അവരെത്തിയിട്ടുണ്ട്. 3 വർഷമായിട്ടോ ഇവരൊന്ന് ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും ഒരേ ലുക്കാണ് കാണാൻ. ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ആദ്യമായിട്ട് വരില്ല, അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ കേക്കൊക്കെ വാങ്ങിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എത്തി, വീട്ടിൽ കയറുകയാണ്. ടാനിനെ അവർ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. ടാനി അതാണ് ഫസ്റ്റ് അവരെ ആരാന്നൊന്നും മനസ്സിലായിട്ടില്ല. അവനിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ അവന് പെട്ടെന്ന് തന്നെ എല്ലാവരും ആയിട്ട് അടുക്കുന്ന ആളായതുകൊണ്ട് അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവരെ അടുത്തേക്കൊക്കെ പോയി അവന്. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ പെട്ടി തുറക്കൽ പരിപാടിയാണ്. നാട്ടിൽ നിന്ന് കുറേ സാധനം ഇത്താത്ത കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊന്നും നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ ടാനിക്ക് പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് കന്തൂറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്താത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്ത കൊടുത്തു വിട്ടാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ടാനിതാ അവിടെ ഇവിടെ എല്ലാത്തിലും അവന് പോയി നോക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ. ഉമ്മാക്കും അവർ അബായ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഇത്താത്ത കൊടുത്തു വിട്ടതാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറേ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ഇതുപോലെ തേങ്ങ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറ്റും. അല്ലാതെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് മെയിനായിട്ട് ചക്ക, മാങ്ങ അങ്ങനത്തെ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ നമുക്ക് പാത്രങ്ങൾ, വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, മസാലപ്പൊടികൾ, പിന്നെ അതുപോലെ പാക്ക്ഡ് ഫുഡ് അത് പറ്റും. പാക്ക്ഡ് ആയിട്ടുള്ള അരിപ്പൊടി അങ്ങനെയൊക്കെ പറ്റും. അരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പറ്റും കേട്ടോ. രണ്ട് ദിവസത്തെ യാത്ര ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട്. അവർ കണക്ഷൻ ഫ്ലൈറ്റും കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവരോട് റെസ്റ്റ് എടുക്കാൻ പറയാണ്. ഇതൊക്കെ പാക്ക്ഡ് ആയിട്ടുള്ള പത്തിരിപ്പൊടികളാണ്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു സ്നാക്കില്ലേ, അതാണ് കേട്ടോ. പിന്നെ ചക്ക ചിപ്സ് സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താത്ത കൊടുത്തു വിട്ടാണ് അത്. അതുപോലെ ജിലേബി, ചിപ്സ്, അങ്ങനെ ഒരുപാട് ബേക്കറി ഐറ്റംസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞു മിക്സ്ചർ, കടല, അങ്ങനെ കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഇത് പപ്പടാണ് കേട്ടോ. നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോർ കിട്ടും ഇതൊക്കെ. പിന്നെ അവിൽ മിൽക്കിന് ഇടുന്ന അവിലാണത്. അത് നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ മിഠായികൾ, കടല മിഠായി, എള്ളു മിഠായി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിത് ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ കയ്യിൽ ബദാം ഉണ്ട്. അപ്പോൾ ഞാനൊരു ബദാം വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് കോട്ട് ചെയ്യാനുള്ള ഞാനിതാ മൈദ എടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ഇടുന്നുണ്ട്. ഏലക്ക ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ഷുഗറും വെള്ളവും ഒഴിച്ച് ഇതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഫില്ല് ചെയ്ത ഡേറ്റ്സ് ഇതിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, തേങ്ങ മാത്രം വെച്ചിട്ടും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ.
ഇനി ഞാൻ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ് ആണ്. അപ്പോൾ ഞാൻ അതിനുള്ളത് മാവൊക്കെ കുഴച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിലോട്ടുള്ള ഫില്ലിങ് ഞാൻ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാൻ ചിക്കനൊന്നും വേവിച്ചിട്ടില്ല, പച്ച ചിക്കനാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ചെയ്തതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആവിയിൽ നല്ലോണം അത് വെന്ത് വരും. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അത്. അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ജസ്റ്റ് റോബസ്റ്റ് പഴവും അതുപോലെ തേങ്ങ അതുപോലെ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഞാൻ ടാനിക്ക് ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി ആട്ടോ യൂസ് ചെയ്യുന്നത്, അതാവുമ്പോൾ ഹെൽത്തി ആണല്ലോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ പൊറോട്ട ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പൊറോട്ട ഓൾറെഡി ഫ്രോസൺ ഉണ്ട്, ഞങ്ങളിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ. ഇത് നല്ല സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിത് അടുത്ത ജ്യൂസ് അടിക്കുകയാണ്. ജ്യൂസിന് ഞാൻ ചെയ്യുന്ന ഇതുപോലെ ഫ്രോസൺ ആയിട്ട് പാക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഇതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാനി ഭയങ്കര ഇഷ്ടമാണ്, ടാനിക്ക് വാട്ടർമെലോണ്. അപ്പോൾ അവനത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങളെ ബാക്ക് യാർഡാണ് കേട്ടോ ഇത്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ടൈമില്ല, ഇനി ഞങ്ങൾ നോമ്പ് തുറക്കാൻ നിൽക്കുകയാണ്. നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.